തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സ്വയം വിമർശനവും പ്രതിപക്ഷത്തിനെതിരായ രൂക്ഷ പ്രതികരണവുമായി ഇടത് സൈബർ ഗ്രൂപ്പ് പോരാളി ഷാജി രംഗത്തെത്തി. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് പാർട്ടിക്കുള്ളിലെയും പുറത്തെ നിലപാടുകൾ തുറന്നടിച്ചത്. തോറ്റത് ഞങ്ങളല്ല, നമ്മളാണ് എന്ന വാചകത്തിലൂടെ ഇത് വ്യക്തികളുടെ പരാജയമല്ല, കൂട്ടായ പ്രവർത്തനത്തിലെ വീഴ്ചയാണെന്ന് പോരാളി ഷാജി പറയുന്നു. ഈ യാഥാർത്ഥ്യം ഒരു നാൾ പ്രതിപക്ഷം തിരിച്ചറിയുമെന്നും അന്ന് കോൺഗ്രസും ലീഗും സുഡാപ്പികളും ദുഃഖിക്കേണ്ടി വരുമെന്നും പോരാളി ഷാജി മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് കുറിപ്പിലുള്ളത്. പേര് പരാമർശിക്കാതെയാണെങ്കിലും മുൻ മേയർ ആര്യ രാജേന്ദ്രനെയും തോൽവിക്ക് ശേഷം പാർട്ടിയും തള്ളിപ്പറഞ്ഞ ചില അണികളെയും പ്രവർത്തനരഹിതരായ നേതാക്കളെയും പോരാളി ഷാജി വിമർശിക്കുന്നുണ്ട്. പാർട്ടിക്കാരെന്ന പേരിൽ അവസര രാഷ്ട്രീയം കളിക്കുന്നവർ പാർട്ടി വിട്ടുപോകുന്നതാണ് നല്ലതെന്നും നേതൃത്വത്തോട് AKG സെന്ററിലെ സുഖ സൗകര്യങ്ങൾ വിട്ട് തെരുവിലേക്ക് ഇറങ്ങണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ജനങ്ങളുമായി നേരിട്ട് ബന്ധം നഷ്ടപ്പെട്ടതാണ് തിരിച്ചടിക്ക് കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി നിലപാട് വ്യക്തമായി പറഞ്ഞിരുന്ന പിണറായി വിജയനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഒരേയൊരു നേതാവ് പിണറായി മാത്രമാണെന്നും പോരാളി ഷാജി പറയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി തലസ്ഥാനത്ത് BJP ശക്തിപ്പെടുന്നത് അവഗണിച്ച ചില നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്നും കുറിപ്പിൽ വിമർശനമുണ്ട്. വികസന വിഷയങ്ങളെക്കാൾ വർഗീയതയും വിദ്വേഷവും വ്യാജ പ്രചാരണങ്ങളും ചിലർ മുൻഗണന നൽകുന്ന സാഹചര്യം അപകടകരമാണെന്നും പോരാളി ഷാജി തന്റെ കുറിപ്പിൽ പറയുന്നു. അവസാനം മരണം വരെയും ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ പാർട്ടിക്കായി പോരാടുമെന്നും പറഞ്ഞാണ് പോരാളി ഷാജി തന്റെ വികാരഭരിതമായ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.